ലത്തീഫൊക്കെ ഇപ്പം ഋഷിപ്പത്തം പറഞ്ഞ ഒരു പ്രധാന പോയിന്റ് ഉണ്ട്. ഒരു ഭാഗത്ത് കടലും, ഒരു ഭാഗത്ത് പുഴ, ഒരു ഭാഗത്ത് കോട്ട, ഒരു ഭാഗത്ത് ചതുപ്പ് നിലം. ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതുകൊണ്ടുള്ള കാലതാമസം പല കാര്യത്തിലും ഉണ്ടാകുന്നതാണ്. അല്ല, പരിമിതി ഏതൊരു പദ്ധതിക്കും പരിമിതികളുണ്ട്. അത് തലശ്ശേരിക്ക് മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഇപ്പോൾ കണ്ണൂരായാലും ദർശയിലും തീരദേശവുമായി ബന്ധപ്പെട്ട കോട്ടകൾ എല്ലാ പരിമിതിയും ഉണ്ടാവും. അതിനിടയിലൊന്നും വരട്ടെ, തലശ്ശേരി ജനറൽ ആശുപത്രിക്ക് ഇന്നുള്ള സ്റ്റാറ്റസിലേക്ക് കൊണ്ടുപോയത് യഥാർത്ഥത്തിൽ ജനറൽ ആശുപത്രിയുടെ പദവി കൊടുക്കുന്നത് VM സുധീരൻ ആരോഗ്യമന്ത്രിയാണ്, UDFൻ്റെ ആരോഗ്യമന്ത്രി. രണ്ടാമത് ഈ അമ്മയും കുഞ്ഞും എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് ശിവകുമാറാണ്. ശിവകുമാർ അന്നത്തെ MLA എന്ന കോടിയേരിയോടാണ് തോന്നുന്നു പറയുകയും, നിങ്ങൾ പ്രാദേശിക തലത്തിൽ ഭൂമി വാങ്ങിച്ചു തന്നാൽ, ചൊക്ലി കോളേജിൻ്റെ വിഷയത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞതുപോലെ പ്രാദേശിക ഭൂമി വാങ്ങിച്ചു തന്നാൽ കെട്ടിടം പണിയാനുള്ള കാശ് അമ്മയും കുഞ്ഞു ആശുപത്രി നായനാർ ഗവൺമെന്റ് ആണ് നടത്തുന്നത്. മാങ്ങാട്ട് പറമ്പിൽ അമ്മയും കുഞ്ഞു അല്ലല്ല, അത് അവിടെ തലശ്ശേരിന്റെ രേഖകളാണ്. തലശ്ശേരി പദ്ധതിയുടെ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് ശിവകുമാറാണ്. പിന്നെ അദ്ദേഹം ആണ് പറയുന്നത് ലാൻഡ് ഇതേപോലെ മുൻപ് വന്ന ആശുപത്രി ഉണ്ടല്ലോ, അതിൻ്റെ മാതൃകയിൽ ഭൂമി വാങ്ങിച്ചു തരികയാണെങ്കിൽ കെട്ടിടം പണിയാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുമെന്ന് അതിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഞാനത് അവകാശവാദം ഉന്നയിക്കുകയല്ല, ഏതെങ്കിലും ഒരു ഗവൺമെൻറ് 5 വർഷം കൊണ്ട് ഇത് ആവുന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതുകൊണ്ട് മാത്രം പറയുന്നത്. അന്ന് ആ അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ വിഷയത്തിൽ രാഷ്ട്രീയം നോക്കാതെ ഒറ്റക്കെട്ടായി തലശ്ശേരിയിലെ എല്ലാ പാർട്ടികളും എല്ലാ അർത്ഥത്തിലും അതുകൊണ്ട് തന്നെയാണ് ആ നിർമ്മാണ പദ്ധതി നീണ്ടുപോകുമ്പോഴും പൂർത്തീകരണം നടക്കാതെ വരുമ്പോഴും നമുക്കൊക്കെ പ്രയാസം ഉണ്ടാകുന്ന അതുകൊണ്ട് മാത്രമാണ് ഒരു പങ്കാളിത്തത്തിൻ്റെ ഭാഗമുള്ളത്. പിന്നെ രണ്ടാമത് ഇപ്പോൾ പറഞ്ഞത് വികസന കോട്ട, അതുപോലെ കടൽ, അതിനനുസൃതമായിട്ട് നഗരം വികസിക്കണം എന്നുള്ളത് തന്നെ നമ്മളും പറയും. കാരണം ഞാൻ മുനിസിപ്പൽ കൗൺസിലിൻ്റെ സമയത്താണ് പിലാക്കണ്ടി മുഹമ്മദിൽ വൈസ് ചെയർമാൻ, അദ്ദേഹം മറുഭാഗത്ത് CPM ആയി, അദ്ദേഹം വൈസ് ചെയർമാൻ എന്ന നിലയിൽ അന്ന് പിന്നെ 10-20 വർഷമുണ്ടോ അതെ, അന്ന് അദ്ദേഹം അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പറഞ്ഞത് ബൈപ്പാസ് പൂർണ്ണമാകുന്നതോടുകൂടി തലശ്ശേരിക്ക് ഒരു പുതിയ ബസ് സ്റ്റാൻഡ് വേണം, കണ്ടിക്കലിൽ പുതിയ ബസ് സ്റ്റാൻഡ് എന്ന പ്രപ്പോസൽ സ്ഥലമെടുപ്പിന് വേണ്ടി നിർദ്ദേശം വെക്കുകയും, ഞങ്ങളന്ന് പല വിഷയങ്ങളിലും ബഡ്ജറ്റിൽ എതിരഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ ബസ് സ്റ്റാൻഡ് എന്ന പ്രപ്പോസൽ വന്നപ്പം പിലാക്കണ്ടിയോടൊപ്പം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നവരാണ് നമ്മൾ. കാരണം അങ്ങനെ ബൈപ്പാസ് വരുമ്പം എന്ത് വേണം, നിർബന്ധമായും അവിടെ ബസ് സ്റ്റാൻഡ് വരണം എന്ന് പറഞ്ഞ് അന്നെടുത്ത തീരുമാനം ഒരു കടലാസിൻ്റെ പ്രവൃത്തി പോലും ഇന്ന് വരെ നടത്താൻ സാധിച്ചില്ല. ആ ബൈപ്പാസ് ഇപ്പം തലശ്ശേരിയുമായി ബൈപ്പാസ് യാഥാർത്ഥ്യമല്ലോ. പല ദീർഘദൂര വാഹനങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പം തലശ്ശേരി ടൗണുമായുള്ള ബന്ധം മറ്റുപോകുന്ന രൂപത്തിലേക്കും ഈ മെല്ലെപ്പോക്കാണ്, ഈ ഒച്ചിന്റെ വേഗതയിലുള്ള സഞ്ചാരമാണ് നമ്മൾ അത് സ്വാഭാവികം. ഒരു കുഞ്ഞ് പറന്നു വീണാൽ സ്വയം എങ്ങനെയും വളർത്തും. അത് നല്ല പോഷകാഹാരം കൊടുത്ത് അമ്മമാർ വളർത്തുമ്പം കുട്ടിക്കുണ്ടാകുന്ന ഒരു ഊർജവും പ്രസരിപ്പുണ്ടല്ലോ, അത് രണ്ടും രണ്ടാണ്. അതുകൊണ്ടാണ് ഒരു കെയർ ഇല്ല എന്നുള്ളത്. അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു, സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തിൽ ഷോപ്പ് റൂമുണ്ട്. എത്ര കാലങ്ങളായി. ഇപ്പം തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ആ സമയത്ത് വിമർശനം ഒഴിവാക്കാൻ വേണ്ടി മിനിഞ്ഞാന്ന് കൗൺസിലായിരുന്നു, ബൈലോ അവിടെ വെച്ച് പാസ്സാക്കുന്നു, ടെൻഡർ എന്ന്. ഞാൻ ചോദിച്ചു എന്താ പറയുക, ടെമ്പററി നമ്പർ കൊടുത്തുന്ന ബിൽഡിംഗ് ടെമ്പററി നമ്പർ എന്ന വകുപ്പ് മുനിസിപ്പൽ ആക്ട് പ്രകാരമില്ല, കെട്ടിട ചട്ടപ്രകാരമില്ല. അത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് റേഷൻ കാർഡ് അടക്കമുള്ള അടിസ്ഥാന ജീവന സൗകര്യത്തിന് പ്രയാസം നേടുമ്പോൾ അതിനുവേണ്ടി ഒരു രേഖ ഉണ്ടാക്കാൻ ഒരു സർക്കാരിൻ്റെ സ്പെഷ്യൽ ഉത്തരവാണ് അത്തരം കുടുംബങ്ങൾക്ക് ടെമ്പററി നമ്പർ കൊടുക്കുക. അത് ചൂഷണം ചെയ്തിട്ടാണ് ഇപ്പം ആ ടെമ്പററി നമ്പർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിയമത്തെ മറികടന്നുകൊണ്ട് വാടക കൊടുക്കുന്ന രൂപത്തിൽ നിയമം പാലിക്കാനും സംരക്ഷിക്കുവാനും അധികാരപ്പെട്ട പ്രാദേശിക ഭരണമാണ്. അവിടെ എന്താണ്, കേന്ദ്രത്തിൽ പോകണം, മുഖ്യമന്ത്രി ഉണ്ടല്ലോ, സ്പീക്കർ ഉണ്ടല്ലോ, പോകേണ്ട സ്ഥലത്ത് പോയി സമ്മർദ്ദം നടത്തി ആ ഫയൽ പോസിറ്റീവായി കൊണ്ടുവരാൻ സാധിക്കും. മറിച്ചോ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആളെ ഭീഷണിപ്പെടുത്തുക, നിങ്ങളൊക്കെ മാസത്തിൽ 500 രൂപ കൊടുക്കണം എന്നാലും അങ്ങോട്ട് കയറാൻ പറ്റും എന്ന രൂപ ആ ഒരു ശൈലിയാണ് ഞങ്ങൾ മെല്ലെപ്പൊക്ക്. അത് ഞാൻ പറഞ്ഞു വരുന്നത്, ചില വിഷയങ്ങളിൽ നമ്മൾ പൊതുസമൂഹത്തിന്റെ ആശങ്കകൾ വരുമ്പോൾ അവരെ കൂടെ ഇരുത്തി ബോധ്യപ്പെടുത്തി പരിഹരിക്കുന്നതിന് പകരം ഒന്ന് കഴിഞ്ഞ് 2 ആകുമ്പോഴത്തേക്ക് പറയുന്നത് ഞാൻ ഉണ്ടെങ്കിൽ നടപ്പിലാക്കും. ഇപ്പൊ മത്സ്യബന്ധനവുമായി ബന്ധം നമ്മുടെ സ്ഥലം MLA ശൈലിയാണ്. ഈ കഴിഞ്ഞ ദിവസം അക്വസിഷൻ നോട്ടീസ്, സർവേ നോട്ടീസ് ഒരു മെയിൻ റോഡിൽ വന്നു. ഈ പൈതൃകം എന്താണ്? പൈതൃകം എന്ന് പറയുന്നത് തലശ്ശേരിയുടെ പാരമ്പര്യം പറഞ്ഞ് കൈവണ്ടിക്കാരും കച്ചവടക്കാരും അട്ടിമറിക്കാരും കൂലിത്തൊഴിലാളികളും പാണ്ഡികശാലകളും എല്ലാം കൂടിയതാണ് തലശ്ശേരിയുടെ തീരദേശത്തിന്റെ മെയിൻ റോഡ് പൈതൃകം. ആ പൈതൃകം 3000-ഓളം വരുന്ന അട്ടിമറി കൈവണ്ടി തൊഴിൽ അവർ പറയുകയാണ് ഞങ്ങളുടെ കുടുംബ പട്ടിണിയാകും.
ഒരുപാട് അവിടെ കച്ചവടം ചെയ്യുന്ന ആളുകൾ നേരത്തെ ഒരു പക്ഷേ ആ കടകളൊക്കെ നിലനിൽക്കുവോ? നേരത്തെ ഒരു അലൈൻമെന്റ് ഉണ്ട്. നേരത്തെ ഒരു അലൈൻമെന്റ് തീരദേശത്ത് കൂടി തന്നെ പോകുന്ന ഒരു അലൈൻമെന്റ് ഉണ്ട്. ആ അലൈൻമെന്റ് ആണല്ലോ നേരെ ഇങ്ങനെ വന്ന് നമ്മുടെ എടക്കാടെത്തുമ്പോഴും നേരെ കണ്ണൂർ സിറ്റി വഴിയാണല്ലോ അഴീക്കോട് വഴി പോകുന്നത്. എന്തുകൊണ്ടാണ് തലശ്ശേരിയിലെത്തുമ്പോൾ മാത്രമേ മെയിൻ റോഡിലേക്ക് വന്നത്? അത് സ്ഥാപിത താല്പര്യക്കാരും ചില പാർട്ടി കുടുംബങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഭരണകൂടം ഇടപെട്ട് അലൈൻമെന്റ് മാറ്റിയെന്ന് ആരോപണം അവര് പറയുമ്പം അത് പഠിക്കണം, അവരെ കേൾക്കണം, അവരെ കൂടെ അതിന് പകരം അവിടെ വന്ന് നോട്ടീസ് കൊടുത്ത് വളരെ ഗൗരവമായ കാര്യം. പാർട്ടി കുടുംബങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അതിഭീകരമായ വരുന്നതിന് മുമ്പ് ഒന്ന് ഹരിദാസ് ഇപ്പൊ ഹരിദാസ് നിശ്ചലമാണല്ലോ, അത് ശ്രദ്ധിച്ചില്ലേ? അവർ കൃത്യമായിട്ട് MC പവിത്രൻ പറഞ്ഞു വന്നൊരു കാര്യമുണ്ട്. പരിമിതിക്കുള്ളിൽ നിന്ന് ചെയ്യാവുന്നതിന്റെ മാക്സിമം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. താങ്കൾ അദ്ദേഹത്തെ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ എന്ന് പറയുമ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കുറെ കാര്യങ്ങളുണ്ട്. നിഷേധിക്കാൻ പറ്റുമോ നമുക്ക്? ഞാൻ 63 വർഷം എടുത്തു. അതിന് പരിമിതി മറികടക്കാൻ എന്തൊക്കെ മാർഗമുണ്ട്? കേന്ദ്രം കഴിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ വെറുതെ ആരോപണം പറയരുത്. ഏതെങ്കിലും ഒരു വാദഗതിക്ക് വേണ്ടി ഒരു ആരോപണം പറയുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിൽ ചേർന്നതല്ല. അങ്ങനെ ഏതെങ്കിലും കേന്ദ്രം അങ്ങനെ ഒരു തടഞ്ഞു വെച്ചു എന്നൊരു പരാതി എവിടെയെങ്കിലും മുഴച്ചു കേട്ടതാ ഞാൻ ഇതുവരെ അറിയില്ല. ഒരു യോഗത്തെ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ടില്ല. ഒരു മുനിസിപ്പൽ കൗൺസിൽ പോലും ആവശ്യപ്പെടാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ പറയുന്നത് അതില്ല. കാരണം എന്താ, ഇതിന്റെ ദീർഘവീക്ഷണത്തിന്റെ കുറവ് നമ്മുടെ നേതാക്കന്മാർക്കുണ്ട്, MLA മാർക്കുണ്ട്, ഷംഷീറുണ്ട്. എന്താണെന്നറിയോ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം 11 കോടി രൂപ ചെലവാക്കി തലശ്ശേരി സ്റ്റേഡിയത്തിന്റെ പരിസരത്ത് ഒരു സൂപ്പർ നമ്മുടെ ഒരു കെട്ടിടമുണ്ടാക്കി. എന്തുകൊണ്ട് അനുമതി കിട്ടിയില്ല? എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത്? ഷംഷീർ പറഞ്ഞു അനുമതിയൊക്കെ ഞാൻ വാങ്ങിച്ചോളൂ, നിങ്ങൾ എടുത്തോ. അതായത് മുനിസിപ്പാലിറ്റിക്ക് കേന്ദ്ര ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് പെർമിഷൻ കിട്ടി, അവർ വന്ന് വിസിറ്റ് ചെയ്തു. CR-സെറ്റിന്റെ ആളുകൾ വന്ന് വിസിറ്റ് ചെയ്തു, അതിലൊരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. അപ്പൊ CR-സെറ്റിന് നേരത്തെ പേപ്പർ കൊടുത്ത് അവർ വന്ന് വിസിറ്റ് ചെയ്ത് അവരുടെ കൺസെന്റോട് കൂടി ചെയ്യേണ്ട കാര്യം അത് ഞാൻ നോക്കിക്കോളാം എന്ന് അതൊരു നിയമം തട്ടിമറിക്കാൻ ഞാൻ പറയട്ടെ. ഒരു കേന്ദ്ര ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടേണ്ട അനുമതി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ അത് ജനപ്രതിനിധിക്ക് യോജിച്ചതല്ല. ഞാൻ പറഞ്ഞത് അതിന് ഒരു പ്രോസസിംഗ് ഉണ്ട്, ഒരു ഗവൺമെന്റ് ചട്ടമുണ്ട്. ആ ചട്ടപ്രകാരം പോണോ? ഞാൻ പോയി നാളെ ഷംഷീർ എനിക്ക് ഒരു വാഗ്ദാനം ചെയ്ത നഗരസഭയിൽ ഒരു 10 സെന്റ് സ്ഥലം നടക്കുന്ന കേസാണോ? അതുപോലെ തന്നെ ഒരു കാര്യത്തിന് ഷംഷീർ അവിടെ അപേക്ഷ കൊടുക്കേണ്ട സ്ഥലത്ത് അപേക്ഷ കൊടുക്കാതെ കെട്ടിടം പണി പൂർത്തിയാക്കിയതിനു ശേഷം അപേക്ഷ കൊടുക്കുന്ന എന്താ അടിസ്ഥാനത്തിലാണ്? അതാണ് അവിടെ പറ്റിയിട്ടുള്ളത്. 11 കോടി ചെലവഴിക്കുമ്പോൾ ഇതിന് നമ്പർ കിട്ടേണ്ട ഓർമ്മയില്ലേ? ഇത് ഞാൻ ടെൻഡർ ചെയ്യേണ്ട ഓർമ്മയില്ലേ? ഇത് സുതാര്യമായിരിക്കണം എന്ന് ഓർമ്മയില്ലേ? ഇപ്പൊ ഒരു ടെമ്പററി നമ്പർ ഇപ്പം തന്നെ ചെയ്യുന്ന ആ ടെമ്പററി നമ്പർ ഒന്നും ചട്ടത്ത് പറഞ്ഞതല്ല, അതൊന്നും കൊടുക്കാൻ സാധിക്കില്ല. അത് ഇവർക്ക് പറയാൻ ഞങ്ങൾക്കറിയാം. അത് കോടതി പോയി അവിടെ നിൽക്കും. കാരണം അതിന് അനുമതി മേടിക്കേണ്ട സമയത്ത് കൊടുക്കാതെ പേപ്പർ അതൊക്കെ ജനങ്ങളെ പൊതുജനങ്ങൾ പോവാണ്. ഞങ്ങൾക്ക് എന്താ ആവശ്യം? അതിൽ പോകുന്ന ആളുകൾ പോകും സ്വാഭാവികമായിട്ടാണ്. കാരണം എന്താ, അതിന്റെ ചട്ട ലംഘനം നടന്നിട്ടുണ്ട്, സ്വാഭാവികമാണ്. പൊതുപ്രവർത്തകർ വെച്ച് പറയണ്ടല്ലോ, പോകുന്ന ആളുകൾ ഉണ്ടാവല്ലോ, അത് പൊതുപ്രവർത്തകരാണ്. അത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞെന്താ, അതെന്താ ആ MLA കഴിവുള്ളതുകൊണ്ടല്ലേ അത് ചെയ്തതാ. അങ്ങനെയാണെങ്കിൽ ആ കഴിവിന്റെ അടിസ്ഥാനത്തിൽ MLA മസിൽ പവറിന്റെ അടിസ്ഥാനത്തിലാണോ ഈ കാര്യങ്ങൾ ചട്ടങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്? നിയമങ്ങളൊക്കെ വന്നിട്ടുള്ളത് അല്ലല്ലോ. സ്വാഭാവികം അതിനൊരു നിയമമുണ്ട്. ആ നിയമപ്രകാരം അനുമതിക്ക് പോയില്ല, CR-സെറ്റിന്റെ അനുമതി മേടിച്ചില്ല. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അവിടെ നോക്കൂത്തിയായി കിടക്കുക. 11 കോടി രൂപ നികുതി നിങ്ങളെ നികുതി പണം തന്നെയാണ് അവിടെ കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ വികസനങ്ങളൊക്കെ ഞങ്ങൾക്ക് വികസനം തരാം. 63 വർഷക്കാലം MLA-മാരി എന്തിനാ MP-മാരായിരിക്കുന്ന തലശ്ശേരിയുടെ പരിസരം വടകര പാർലമെന്റ് മണ്ഡലം വന്നതിന് ശേഷം എത്ര MP-മാർ വന്നിട്ടുണ്ട്? എന്ത് വികസനം ഉണ്ടായി? ഞാൻ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞല്ലോ, റെയിൽവേ സ്റ്റേഷന് 1 കോടി രൂപക്ക് മുകളിൽ ഈ 2000 അല്ല 2000 അത് MP-യുടെ അതല്ല ചേട്ടാ. അതെന്താ സ്വാഭാവികതൊക്കെ ഇന്ത്യ മൊത്തം വരവൊക്കെ MP അല്ല, എല്ലാം നമ്മളതാണ്. ഇന്ത്യ മൊത്തം കൊടുത്ത് 317 കോടി മണ്ഡലത്തിൽ നടക്കുന്ന കോഴിക്കോട്, വർക്കല, തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ തൃശ്ശൂർ, ഇതൊക്കെ 300 ചില കോടികൾ കൊടുത്തിട്ടാണ് ഒരു റെയിൽവേ കൊടുക്കുന്നല്ല ഞാൻ പറഞ്ഞത്. നികുതി പണം നിങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് അറിയാം. കേന്ദ്ര പണം ഫണ്ടായാലും സംസ്ഥാന ഫണ്ടായാലും എല്ലാം പൊതുജനങ്ങളുടെ ഫണ്ട്. പക്ഷെ ഈ ഫണ്ട് എന്തുകൊണ്ടാണ് ഡബിൾ ഇഞ്ച് സർക്കാരുള്ള കാലത്ത് ഇവിടെ 8 മന്ത്രിമാരുണ്ടാവുമ്പോ ഇതെന്താ വകയിരുത്താന്, ഇതെന്താ ചിന്തിക്കാന്, ഇതിനെപ്പറ്റി തോക്കാന്, ഇതെന്താ ഇപ്പം അതിനെപ്പറ്റിയൊക്കെ ഞാൻ ചോദിക്കുന്നത് സിംഗിൾ എഞ്ചിന്റെ അല്ല, അവിടെ കാര്യശേഷിയുള്ള
കർമ്മതയുള്ള ഒരു ഭരണകൂടമുണ്ട്, അഴിമതിയില്ലാത്ത ഒരു ഭരണകൂടം, ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഭരണം അവർ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിന്റെ ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടുന്നതാ, അല്ലാതെ വേറൊന്നുമില്ല. അതിന് ഞങ്ങൾ ആകെ അവകാശവാദം പറഞ്ഞിട്ടൊന്നും ചില കാര്യങ്ങള് നമുക്ക് പറയാനുള്ളത് ഇവര് പറയുമ്പോൾ രണ്ടു കൂട്ടരും പറയുന്ന കേൾക്കുമ്പോൾ തലശ്ശേരിയിൽ ഒന്നും നടന്നിട്ടില്ല, എല്ലാം നമ്മളെ കാലത്ത്. അതാണ് ശരി. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, ഇദ്ദേഹം പറഞ്ഞ നേരെ തിരിച്ച് ഞാൻ അങ്ങോട്ട് പറയാം. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ കുറെ കാര്യം നേരത്തെ നടക്കാത്തതുകൊണ്ട് ഇപ്പോൾ നടക്കാത്ത കാര്യമുണ്ട്. ഒറ്റ കാര്യം ഇവർ പറഞ്ഞല്ലോ, ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട്. എത്ര കാലമായി തലശ്ശേരിയിലെ ആളുകൾ പറയും കേന്ദ്രത്തിൻ്റെതാണ് അത്. പ്രേമജ MP ആയിരിക്കുന്ന സന്ദർഭത്തിൽ പ്രൊപ്പോസൽ വെച്ചു, പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനുകൾ ഒരു വഴി മുനിസിപ്പാലിറ്റി അതിൻ്റെ വഹിക്കാമെന്ന് പറഞ്ഞു ഫണ്ട്, അതുപോലെ തന്നെ MP വഹിക്കാമെന്ന് പറഞ്ഞു. അന്ന് കോൺഗ്രസിൻ്റെ ആണ്, കൊടുത്തില്ല. ഇപ്പോഴും ആവശ്യം വെച്ചു. ഇതെല്ലാം നമ്മളെ നടത്തുന്നെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഒരു കോടി MP ആയിരിക്കുമ്പോ അതിന് സാങ്ഷൻ കൊടുത്ത മുനിസിപ്പാലിറ്റിക്ക് അതിന് കേന്ദ്ര സാങ്ഷൻ കൊടുത്ത റെയിൽവേ പ്രൊപ്പോസൽ ഉണ്ട്. നിങ്ങൾ പറഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോ അത് നഗരസഭ ഏറ്റെടുത്തില്ല, ഞങ്ങൾ എന്ന് പറഞ്ഞില്ല. അത് അറിയില്ല, മുനിസിപ്പാലിറ്റി വന്നിട്ടുണ്ടോ? മണ്ഡല സെക്രട്ടറിയാണ്. അങ്ങനെ അതങ്ങ് നടത്തിയാൽ മതിയായിരുന്നു. പണി നടന്നോട്ട കാര്യം ഞാൻ റോഡ് പണി മുനിസിപ്പാലിറ്റി ഏറ്റെടുക്കായിട്ടാണ്. ഡ്രെയിനേജ് കെട്ടി സ്ലാബ് ഇടാൻ മുനിസിപ്പാലിറ്റിയോട് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് എടുക്കാത്തത്. MP ആണ് അതിന് ഫണ്ട്, അതിന് കേന്ദ്ര ഗവൺമെന്റ് പോയത്. ആരെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ? പറയുന്നത് പ്രൊഫസർ റിച്ചാർഡ് MP ആയി രാജ്യസഭ അനുമതി നൽകിയ അനുമതിയില്ല. ഫണ്ട് പറഞ്ഞു എന്നല്ലാതെ അതിന്റെ ഒരു കേന്ദ്രത്തിന്റെ റെയിൽവേയുടെ ഒരു ഉത്തരവ് ഇപ്പൊ നിങ്ങൾ നോക്ക്. ഇയാൾ ഇത് പിന്നെ പറയുകയാണെങ്കിൽ, ഇദ്ദേഹം ഇത് പറയുകയാണെങ്കിൽ തലശ്ശേരി റെയിൽവേ സ്റ്റേഷന്റെ എല്ലാ ഭാഗം അടച്ചു കെട്ടുക ചെയ്തിട്ട് നിങ്ങൾ കണ്ടോ? അത് നിങ്ങൾ കാണുന്നതല്ലേ? എന്തുകൊണ്ട് ഒരാളെ അടച്ചുകെട്ട വഴി എന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എത്ര കാലമായിട്ട് ആവശ്യപ്പെടുന്നു കേന്ദ്രത്തിൻ്റെത്. കോൺഗ്രസിന്റെ ഭരണകാലത്തും ഇവർ പറഞ്ഞ എല്ലാം നമ്മളെ കൊടുക്കുന്നത് പറയുന്നത്, ഇവരെന്താ ചെയ്തിട്ടില്ല. പിന്നെ നേരത്തെ ഇദ്ദേഹം പറഞ്ഞു NH എന്ന് പറയുന്നത് നമ്മളെ കൺസെപ്റ്റാണ്. കൊപ്ലകാട് മാഹി ബൈപ്പാസ് എന്ന് പറയുന്നത് ഈ നാഷണൽ ഹൈവേയുടെ പ്രൊപ്പോസൽ വരുന്നതിന് മുമ്പേ ആരംഭിച്ചതാണല്ലോ. ഇപ്പൊ അല്ലേ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ആരാതിന്റെ നടപടിയുമായി മുന്നോട്ട് പോയത്? കേരളത്തിലെ ഗവൺമെന്റ് സ്ഥലം എടുത്തു കൊടുക്കുന്നത് 6500 കോടി റുപ്യ. നേരത്തെ നിതിൻ ഗഡ്കരിയുമായിട്ട് മുഖ്യമന്ത്രി നിരവധി തവണ പോയി ചർച്ച ചെയ്തപ്പോ നിങ്ങൾ സ്ഥലം എടുത്തു തരുമോ? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നമുക്ക് പൈസ കൊടുത്തിട്ട് സ്ഥലം എടുത്തു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെ നിന്നല്ലോ. പിണറായി ഗവൺമെന്റ് വന്നപ്പോഴാണ് അതിന് അനക്കം വന്നത്. നിതിൻ ഗഡ്കരി അയാൾ സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിച്ച ഒരു കണ്ടീഷനാണ്, ഞങ്ങൾക്ക് നാഷണൽ ഹൈവേ ലോകത്ത് ഈ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും NHന്റെ വർക്ക് നടക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ സ്ഥലം എടുക്കുന്ന ഉൾപ്പെടെ NH നേരിട്ടാണ്. പക്ഷെ കേരളത്തിന് ഇത് പറ്റില്ല. കേരളത്തോട് ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന സാമ്പത്തികമായുള്ള ഞെരുക്കം അതിന്റെ മറ്റൊരു പതിപ്പായിട്ട് ഇത് മാറുകയായിരുന്നു. കേരളത്തിലെ ഗവൺമെന്റ് ഞങ്ങൾക്ക് ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞതുപോലെ സ്ഥലം എടുത്ത് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കേരളത്തിൽ ഈ NH എന്ന് പറയുന്നത് നടക്കില്ല. ഇദ്ദേഹം പറഞ്ഞല്ലോ ഉമ്മൻചാണ് നമ്മുടേതാണ്. ഞാനത് വീണ്ടും പറയുന്നത് എട്ടുകാലം മുമ്പ് ഞാനല്ല, ഇദ്ദേഹമാണ് ചമയുന്നത്. ആ സ്ഥലം എടുത്തത് കൊണ്ടാണ് ഇന്ന് NH വരുന്നത്. അതിലും എത്രയോ മുമ്പുള്ളതാണ് മാഹി കുഴപ്പമില്ല. കാരണം തലശ്ശേരിയുടെ ഗതാഗത കുരുക്കിന് ഒരു പരിഹാരം ആ നാഷണൽ ഹൈവേ വരുന്ന സന്ദർഭത്തിൽ ഇതിന് കണക്ട് ചെയ്തു എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് അപ്പുറത്ത് പോകുന്നതാണ്. ഇത് കണക്ട് ചെയ്തുകൊണ്ടാണ് കടന്നുപോയത്, അല്ലെങ്കിൽ പോയില്ല. ഇപ്പം കുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസ് ഈ ഷംസീറിന്റെ ഇടപെടൽ ഉണ്ട് എന്നുള്ളത് ആർക്കാ നിഷേധിക്കാൻ കഴിയുക? കോടിയേരിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം പറഞ്ഞ 63 ആ കാലത്തെല്ലാം ഇതിന്റെ പ്രൊപ്പോസലുമായിട്ട് ഇടപെടുന്നുണ്ട്. പക്ഷേ കേന്ദ്രം കനിഞ്ഞ് അനുവദിക്കുന്നില്ല, ഫണ്ട് അനുവദിക്കുന്നില്ല, ആവശ്യമായ നടപടി ഉണ്ടാകുന്നില്ല. ഈ നിലയിൽ ഇടപെടൽ നടത്തിയതിന്റെ തുടർച്ചയായ ഇടപെടൽ മുട്ടയുടെ വാതിലെല്ലാം മുട്ടി തുറന്നതിന്റെ ഭാഗമായിട്ടുള്ള അതിന്റെ വിജയമാണ് യാഥാർത്ഥ്യം. അതിന് വേറെ ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല. ഒരു കാര്യം കൂടി, ഭീഷണി, അഹങ്കാരം, ധിക്കാരം എന്നെല്ലാം ഇതൊരു പ്രതികരണം. എന്ത് ഭീഷണിയാണ്? ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി മുമ്പോട്ട് വരുമ്പോൾ അതിന് വലിയ തോതിൽ തടസ്സം സൃഷ്ടിക്കുന്നതിൽ സങ്കുചിതമായിട്ടുള്ള കാഴ്ചപ്പാട് വെച്ചിട്ടാണ് വികസനം നടക്കുന്നത്. കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ പറയുന്നത് അതെ,
അതൊരു തെറ്റായ പ്രതികരണം അങ്ങനെ വരാൻ പറ്റും. ഒരു പ്രദേശത്തെ ഒരു കുടുംബത്തെ ആക്ഷേപിക്കുന്ന നിലയിൽ അതിനാണ് അല്ല, കുടുംബത്തെ ആവശ്യമല്ല. തലശ്ശേരി- എന്തുകൊണ്ടാണ് അവിടെ മാത്രം അലൈൻമെന്റ് മാറുന്നത്? തലശ്ശേരിയുടെ ഇന്നത്തെ നില പറഞ്ഞു കുടുങ്ങിക്കിടക്കുന്ന റോഡുകൾ അല്ല, അത് പശ്ചാത്തല തീരദേശ മേഖല. കൂടിയാണ് അത് പോകേണ്ടത്. അല്ല, അതിന് പ്രപ്പോസൽ ഏഴര വരെ തീരദേശ ഹൈവേ ഉഴപ്പിലങ്ങാട്, ഏഴര. തീരദേശ ഹൈവേ. അവിടെ തീരദേശ ഹൈവേ വരുമ്പോൾ പരമാവധി വസ്തുവകൾ നഷ്ടപ്പെടാതെ കുടുംബങ്ങൾ ഒഴിപ്പിക്കാതെ കൊണ്ടുപോകണമെന്ന കൺസെപ്റ്റാണ് ഗവൺമെന്റിലുള്ളത്. അതിന്റെ ഭാഗമായിട്ട് തലശ്ശേരിയുടെ കടന്നു പോകുന്നത് നിങ്ങൾക്കറിയാം. ഒരു ഭാഗം തലശ്ശേരി പൂർണ്ണമായിട്ട് എത്ര കുടുംബങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കണം? തലശ്ശേരി തീരദേശ വഴി കടന്നു പോകുന്ന മാഹി വരെയുള്ള ഭാഗം നിങ്ങൾ നോക്ക്. ഏറ്റവും വലിയ ദീർഘമേറിയ ദൂരമുള്ള ഒരു തീരദേശ മേഖലയില്ലേ തലശ്ശേരി? ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് മാറ്റണം. അതില്ലാതെ ഈ പറയുന്ന ഈ തലശ്ശേരിയിൽ എടുക്കുമ്പോൾ, ഈ മെയിൻ റോഡ് എടുക്കുമ്പോൾ അതിനെങ്ങനെയാണ് പരമാവധി കടക്കാർക്ക് പ്രയാസം വരാത്ത നിലയിൽ കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതിലാണ്. അത്രയും അതിനകത്ത് പറയുന്ന ഈ മീറ്റർ വീതി എടുക്കുന്നില്ല, ചെറിയ ഭാഗം മാത്രമേ എടുക്കാൻ പറ്റൂ. അത് ഈ പറയുന്നതിൽ കടക്കാരെ അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ പ്രയാസം ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കുന്ന നിലയിലുള്ള കാര്യങ്ങളാണ്. തെറ്റായ പ്രചരണം അതിനെ മറ്റൊരു തരത്തിൽ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. തൊഴിലാളികൾക്ക് ജോലി ഇതിനെ വലിയ തോതിലൊന്നും ബാധിക്കാത്ത നിലയിൽ എങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമെന്നതിലാണ് ഇപ്പോഴും ആലോചിക്കുന്നത്. അവിടെ നൂറുകണക്കിന് കുടുംബങ്ങളെ ഒഴിവാക്കുന്നതിന് പകരം അവിടെ ഒരു 1/2 മീറ്റർ അല്ലെങ്കിൽ 3/4 മീറ്റർ സ്ഥലം എടുത്തു കഴിഞ്ഞാൽ പരിഹരിക്കാൻ കഴിയുന്നതാണ്. ഇന്ന് തലശ്ശേരിയിൽ ഏറ്റവും വലിയ ഗതാഗത കുരുക്കുള്ള ഒരു മേഖല അതാണ്. ആ മേഖല വികസനം വേണ്ടേ? പവിത്രമായ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് വളരെ കൃത്യമായിട്ട് ഒരു വൈകാരികമായ ഒരു വിഷയം അവിടെ ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ വഴിക്ക് പോയ നിരവധി കുടുംബങ്ങളാണ് വഴിയാതരാകുക. ഇത് ഈ പറയുന്ന വ്യാപാരികളെ പരമാവധി സംരക്ഷിച്ചു കൊണ്ടുപോകാം എന്ന് പറയും. അതിനെ എതിർക്കുന്നതിന്റെ കൂട്ടൻസ് എന്താണ്? അതിൽ നമ്മൾ യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് പറയാം. പുതിയ ഭൂമി അക്വസിഷൻ ആക്ട് പ്രകാരം നേരത്തേതിൽ നിന്ന് വ്യത്യസ്തമായി പ്രാരംഭമായി ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സാമൂഹ്യാഘാത പഠനം, പരിസ്ഥിതി ആഘാത പഠനം. ഈ സാമൂഹ്യാഘാത പഠനം ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് ആർക്കും ഇപ്പോൾ പറയുന്നില്ല. ആക്ട് പറയുന്നത് അതിവരെ കൊട്ടക്കണക്കാ. അത് ആക്ട് പറയുന്നത് ഞാൻ പറയട്ടെ, ഓരോ വാർഡ് സഭ വിളിച്ചു ചേർത്ത് ആക്ട് പറയുന്നത് അവിടുത്തെ ജനപ്രതിനിധിയുടെ സാന്നിധ്യത്തിൽ എക്വിസിഷൻ അതോറിറ്റി അല്ലാത്ത ഇൻഡിപെൻഡൻറ്റ് ഏജൻസി ഇടപെട്ടുകൊണ്ട് സാമൂഹ്യാഘാത പഠനം നടത്തണമെന്നാണ് നിയമം പറയുന്നത്. അതില്ലാത്തതുകൊണ്ട് ചില കേസുകൾ ഹൈക്കോടതി തൊട്ട് നടത്തിയില്ല. ആളെ പറ്റിക്കുന്നതിന് വേണ്ടി ടൗൺ ഹാളിൽ കുറേ ആളുകൾ യോഗം വിളിച്ചുകൊണ്ട് മിനിറ്റ്സുണ്ടാക്കിയിട്ട് ഇത് സാമൂഹ്യാഘാത പഠനത്തിൻ്റെ ഭാഗമാക്കി അങ്ങ് മാറ്റുന്നു. എന്തിനാ സാമൂഹ്യാഘാത പഠനം? ഇങ്ങനൊരു പദ്ധതി വരുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉണ്ടാവാകുന്ന കഷ്ടനഷ്ടങ്ങളുടെ തോത് കണക്കാക്കിയിട്ട് വേറെ ബദൽ പദ്ധതി കൊണ്ട് ഏതാണ് കൂടുതൽ ഡാമേജ് ഉണ്ടാകുക എന്ന് പഠിച്ചിട്ടാണ് ആ സൊസൈറ്റിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സാമൂഹ്യാഘാത പഠനം നടന്നത്. നേരത്തെ പോലെ തീരദേശത്തൂടെ വരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒഴിപ്പിക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് കൂടുതൽ ജീവിത നിലവാരം മെച്ചപ്പെടുന്ന രൂപത്തിലേക്ക് മറ്റു സ്ഥലത്തേക്ക് മാറിപ്പോയുള്ള പാക്കേജിൻ്റെ ബദൽ സംവിധാനം കൊടുത്ത് കോമ്പൻസേഷൻ കൊടുത്ത് അവരെ പുനരുദ്ധരിപ്പിക്കാൻ പറ്റുമായിരുന്നു. ഇത് മെയിൻ റോഡ് വീതി കൂടുന്നതോടുകൂടി സംഭവിക്കുന്നത് ഈ വികസനത്തിനെതിരൊന്നുമല്ല. നൂറുകണക്കിന് കടകമ്പോളങ്ങൾ തകർക്കപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് പരമ്പരാഗതമായി അവിടെ അട്ടിമറിയിലും കൈവണ്ടിപ്പണിയിലടക്കം ഏർപ്പെടുക ആയിരക്കണക്കിന് കുടുംബങ്ങൾ. ആ കുടുംബങ്ങൾ എന്നിവിടെ പറഞ്ഞല്ലോ, ഒന്നടിവരണം. ആയിരക്കണക്കിന് കുടുംബങ്ങളെ പട്ടിണിയിലേക്ക് പോകുന്ന രൂപത്തിലും മാത്രവുമല്ല, കേട്ടിടത്തോളം ഈ അലൈൻമെന്റ് നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി റൈസായി പോകുന്നത് കൊണ്ട് ഇവരുടെ ഇതിനെ മൊത്തം ആ പൈതൃക വ്യാപാര മേഖലയെ ബാധിക്കുന്ന രൂപത്തിൽ പോകുമെന്ന ഉത്കണ്ഠ അവർക്കുണ്ട്. അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനോ, ആരാണ് സാമൂഹ്യാഘാത പഠനം നടത്തിയത്, അതിൻ്റെ റിപ്പോർട്ട് എന്താണ്, അത് വരുമ്പോൾ കച്ചവടക്കാർക്ക് ദുരന്തം എന്താണ്, നെഗറ്റീവ് എന്താണ്, പോസിറ്റീവ് എന്താണ്, മറുഭാഗത്തേക്ക് പോകുമ്പോൾ എത്ര കുടുംബങ്ങൾ ഒഴിപ്പിക്കപ്പെടേണ്ടത്, ഏതാണ് കൂടുതൽ നഷ്ടം, ഏതാണ് ലാഭം എന്ന് ഒരു പഠനവും നടത്താതെ ഞാൻ എൻ്റെ കാലത്ത് ഇത് വന്നിരിക്കുമെന്ന രൂപത്തിലേക്ക് ഒരു ധിക്കാരത്തിൻ്റെ സ്വരത്തിൽ സംസാരിച്ച് സർവേ കാള് പോയപ്പോൾ അവിടെ പ്രശ്നമായത്. വികസനവുമായി ബന്ധപ്പെട്ട് ആർക്കും ഒരു തർക്കമില്ല. പക്ഷെ ഏതാണ് നല്ലതെന്ന് പഠിക്കാനുള്ള ഒരു മനസ്സ് പോലും ഇല്ലാത്തത് കൊണ്ടാണ് ഏതെങ്കിലും കുടുംബങ്ങൾ ഒഴിപ്പിക്കാൻ ഞങ്ങൾക്കൊരു താല്പര്യം ഒഴിപ്പിക്കണമെന്ന് പറയും. പക്ഷെ ഏതാണ് കൂടുതൽ ഡാമേജ് ആവാത്ത രൂപത്തിൽ ഏതായിരിക്കും നല്ലത് എന്നൊരു നിർദ്ദേശമാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്.